ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കാരണം, വേറൊന്നുമല്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നും വലിയൊരു കണ്ടന്റ് ഒന്നുമല്ല. നമ്മുടെ കേരളത്തിലെ ആനിമെ കമ്മ്യൂണിറ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, മറ്റുള്ള കമ്മ്യൂണിറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആനിമെ കമ്മ്യൂണിറ്റി വളരെ വീക്കാണ്, അല്ലെങ്കിൽ ചെറുതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ആനിമെ കാണുന്ന കൂട്ടുകാർക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വെക്കാം. നമുക്കറിയാം, കേരളത്തിലെ ആനിമെ വളരെ അണ്ടർ റേറ്റഡ് ആണ്. പലരും ആനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറ് കാർട്ടൂണാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ്. പക്ഷേങ്കിൽ അത് കാണുന്നവർക്ക് മാത്രമേ അറിയൂ ആനിമെ എന്ന് വെച്ചാൽ എന്താണ് ശരിക്കുള്ള സംഭവം എന്ന്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ആനിമെ ഒന്നും കാണാറില്ലായിരുന്നു. ഞാൻ കാണാറില്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ സീരീസ് കാണും, ലൈവ് ആക്ഷൻ സീരീസ് മാത്രമായിരുന്നു കാണാറുള്ളത്. അതുവരെ ഞാൻ ഒറ്റ ആനിമയും കണ്ടിട്ടില്ലായിരുന്നു, ചില ആനിമെ സീരീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട ആനിമയാണ് നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ആനിമെ, പക്ഷേങ്കിൽ അത് എനിക്ക് ആനിമയാണെന്ന് നന്നേരം വലിയ പിടുത്തയില്ലായിരുന്നു. വൺ പീസും അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾസും TV കാണിക്കുമായിരുന്നു. ആ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ടൈമിൽ ഞാൻ വളരെ ചെറുതായിരുന്നു, അവർക്ക് കഥയും കാര്യങ്ങളും ഒന്നും തന്നെ മനസ്സിലാവുകയില്ലായിരുന്നു, വെറുതെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടത്. അത് കണ്ടതും എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി, നമ്മുടെ ആനിമെ എത്രമാത്രം മികച്ചതാണെന്നും എന്തുകൊണ്ടാണ് പലരും ഇതിന് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ ആനിമേനെ പറ്റി റെക്കമെൻഡ് ചെയ്തത് ആരുമല്ല, സ്വന്തം എനിക്ക് തന്നെ തോന്നി. മറ്റുള്ള ലൈവ് ആക്ഷൻ സീരീസൊക്കെ നല്ലതൊക്കെ ഏകദേശം കണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊറോണ ടൈമിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാനും വളരെ മുഷിഞ്ഞിരിക്കുന്ന സമയത്താണ് ആനിമെ കണ്ടത്. ആദ്യം കണ്ടത് അറ്റാക്ക് ഓൺ ടൈറ്റൻ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 100 എപ്പിസോഡിൻ്റെ അടുത്തായിട്ടുണ്ട്. അതൊക്കെ ഞാൻ അപ്പം തന്നെ കണ്ട് കഴിച്ച്, പെട്ടെന്ന് തന്നെ കണ്ട് കഴിച്ച്. പിന്നെ ഞാൻ ഡെത്ത് നോട്ട് കണ്ട്, അങ്ങനെ പോയി ഓരോ ആനിമേസും കണ്ട് ഇപ്പോൾ ഏകദേശം ആനിമേസും കണ്ട് കഴിയാറായി. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ പലരും ആനിമയും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ആനിമെ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആനിമെ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി വലുതായി വരുന്നുണ്ട്. ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം നമ്മുടെ മലയാളം മൂവീസാണ്. നമുക്ക് പടക്കളം പോലെയുള്ള ഒരുപാട് മൂവീസിൽ നമുക്ക് ആനിമെ റെഫറൻസ് കാണാൻ കഴിയും. അപ്പോൾ ഇതിലൂടെ പലരും ഇൻഫ്ലുവൻസ് ആവുകയും അതുവഴി പലരും ആനിമെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കേരളത്തിലെ പല പ്രമുഖ യൂട്യൂബേഴ്സും ആനിമേസിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടിച്ച് ആനിമെ കാണാൻ തുടങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ഇടയായിട്ടാണ് നമ്മുടെ ആനിമെ കേരളത്തിൽ കുറച്ച് ഫേമസ് ആയി വന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും ആനിമേനെ കുറിച്ച് കുറ്റം പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. ചിലർ പറയും കാർട്ടൂണാണെന്ന്, ചിലർ പറയും കുഞ്ഞുങ്ങൾ കാണുന്ന സാധനമാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് പലരും പറയുന്നത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള ഏതൊക്കെ മൂവീസിൽ ആനിമെ റെഫറൻസ് മലയാളം പടത്തിൽ കണ്ടിട്ടുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ആനിമെ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിനി നമ്മുടെ ഈ ചാനലിൽ ആനിമെ തിയറീസൊക്കെ ആയിരിക്കും ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മാങ്ക എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. അതിന് കുറച്ച് ടൈം എടുക്കും അത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അത് വേണമെന്നുള്ളവർ ആ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു സമ്മതിയുടെ കാണുന്നവരെ ബൈ.